ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരു പ്രവാചകനായിരുന്നു ശമൂവേൽ. അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. 1, ശമൂവേൽ വളർന്നുകൊണ്ടേയിരുന്നു. 2, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഏലിയുടെ മക്കളുണ്ട്, ഹൊഫ്നിയും ഫിനെഹാസും. അവരുടെ കൂടെ ദൈവമില്ല, നീചപ്രവൃത്തി മാത്രം ചെയ്യുന്നവരാണ്. ഒരു താരതമ്യമാണ്. യഹോവ ശമൂവേലിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള അനുഗ്രഹം 3-ാമത് പറയാണ്, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ പ്രവർത്തിക്കുമ്പോൾ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടയാകാതെ അത് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനത്തിന് കാരണമായി തീരും. യഹോവയുടെ കൃപ വ്യാപരിക്കുന്നില്ലെങ്കിൽ വചനം ഉപരിപ്ലവമായി മാത്രമേ പോവുകയുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് ഫലദായകമാകണമെങ്കിൽ ദൈവം കൂടെ ഇരിക്കണം, ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടാകണം. ശമൂവേലിൽ അതുണ്ടായിരുന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു.